ഇന്ന് അത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കലവറയായ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സൂറത്ത് ഒരു പ്രധാനപ്പെട്ട കർമ്മം ചെയ്തതിന്റെ ശേഷം നാം ഓതുകയാണെങ്കിൽ അത് ചില എണ്ണങ്ങളുണ്ട്. ആ എണ്ണമനുസരിച്ച് ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു തവണ ഓതുകയാണെങ്കിൽ അതിന് മറ്റൊരു പ്രതിഫലമാണ്. 2 തവണ 3 തവണ ഇങ്ങനെ ഓതുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിഫലത്തിൽ മാറ്റം വരുന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ബറക്കത്തും ഖൈറുകളും കൊണ്ടുവരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്ത് ഓതേണ്ടത് നമ്മളൊരു പ്രധാനപ്പെട്ട കർമ്മം ചെയ്തതിന്റെ ശേഷമാണ്. ആ കർമ്മം ചെയ്യുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്തായ പ്രവൃത്തി കൂടെയുണ്ട്. ആ പ്രവൃത്തി സുന്നത്തായ പ്രവൃത്തി ചെയ്ത് ഈ കർമ്മം ചെയ്ത് ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന് ലഭിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടാൽ ഓരോരുത്തരും അത്ഭുതപ്പെട്ടു പോകും. ആദ്യം നമുക്ക് ആ കർമ്മത്തിന്റെ സുന്നത്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ കർമ്മം മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 21 സുന്നത്തുകൾ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചെറിയ കാര്യം തന്നെ 21 സുന്നത്തുകൾ ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് ഈ റമളാൻ മാസത്തിൽ നാം ചെയ്യുമ്പോഴോ നമുക്ക് 21 ഫർള് ചെയ്തതിന്റെ പ്രതിഫലവും ലഭിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. എല്ലാ ഞായറാഴ്ചയും ഇല്ല, അത് റമളാനിൽ പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് തന്നെ റമളാൻ കഴിഞ്ഞ് അവധിയൊക്കെ കഴിഞ്ഞാണ് ഇനി നേരിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുക. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടവർ ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മുടെ മക്കളെ ദീനി ചിട്ടയിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ, നമ്മെ കബൂലാക്കട്ടെ. അതേപോലെ തന്നെ വിശുദ്ധ റമളാനിലെ പരിശുദ്ധമായ നോമ്പുതുറ ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ളവർ ഒരു 10 ദിവസത്തെയോ 20 ദിവസത്തെയോ 50 ദിവസത്തേക്ക് നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അറിയിച്ചാൽ അത് സന്തോഷമാവുന്ന ഓർമ്മപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഒരു പ്രവൃത്തി ഒരു കർമ്മം ചെയ്തതിന്റെ ശേഷം ഒരു സൂറത്ത് ഓതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ വുളു ആണ്. ആ വുളുവിന് ശേഷം നമ്മൾ ഓതേണ്ട സൂറത്തുൽ ഖദ്ർ ആണ്. നമുക്കൊക്കെ അറിയാം ആ സൂറത്ത് ഓതിയാലുള്ള നേട്ടം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊക്കെ വരാം. അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ആ വുളു എന്ന് പറയുന്ന കർമ്മം ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് പരിഗണിക്കേണ്ട ഒരു സുന്നത്തുണ്ട്, അസ്സിവാക്ക് എന്ന് പറയുന്ന സുന്നത്ത്. സിവാക്ക് എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. മിസ്വാക്ക് ചെയ്യൽ വുളുഇന്റെയും നിസ്കാരത്തിന്റെയും മാത്രം സുന്നത്താണോ അതല്ല അത് ദീനിന്റെ ഒരു പൊതു സുന്നത്താണോ എന്നതിലെ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഇമാമുകൾ പറയുന്നു അത് നിസ്കാരത്തിന്റെയും അത് വുളുഇന്റെയും നിസ്കാരത്തിന്റെയും മാത്രം സുന്നത്താണെന്ന്. അല്ല, ചില വിഭാഗം ആളുകൾ പറയുന്നു അങ്ങനെയല്ല, അത് ദീനിന്റെ പൊതു സുന്നത്താണെന്നുള്ള അഭിപ്രായമാണ് ചിലർ പറയുന്നത്. അത് വുളുഇന്റെയും നിസ്കാരത്തിന്റെയും മാത്രം സുന്നത്തുകളിൽ പെട്ടതാണ് എന്നതാണ് ചില ഇമാമുകളുടെ അഭിപ്രായം. അത് പൊതു സുന്നത്താണെന്നാണ് പ്രബലമായ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ ഇമാമായ ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്ന മഹാനരായ അബൂ ഹനീഫ ഇമാം, ആ ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളുടെ ഇമാമാണല്ലോ മഹാനരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാമൊക്കെ ഈ ഒരു അഭിപ്രായക്കാരാണ്, അത് ദീനിന്റെ പൊതു സുന്നത്താണെന്നുള്ള അഭിപ്രായ പ്രകാരമാണ്. പക്ഷേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം അഹ്മദും തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് 4 കാര്യം മുർസലുകളുടെ ചര്യയിൽപ്പെട്ടതാണ്. കൃത്യമായി മനസ്സിലാക്കുക, 4 കാര്യങ്ങൾ മുർസലുകളുടെ ചര്യയിൽപ്പെട്ടതാണ്. അതിൽ ഒന്ന് സുന്നത്ത് കഴിക്കലാണ്, നമുക്കൊക്കെ അറിയാം. മറ്റൊന്ന് മിസ്വാക്ക് ചെയ്യലാണ്, മറ്റൊന്ന് അത്തർ പൂശലാണ്, 4മത്തത് വൈവാഹിക ജീവിതം നയിക്കലാണ്. അപ്പൊ മുർസലീങ്ങളുടെ ചര്യയിൽപ്പെട്ട 4 കാര്യങ്ങളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യലാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യാന്നുള്ളത്. മിസ്വാക്ക് ചെയ്യൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. മിസ്വാക്ക് ചെയ്യുന്നത് വളരെ പുണ്യകരമായ ഒരു കർമ്മമാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മുർസലുകളുടെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യലാണെന്ന് പറയുമ്പോൾ
പറയുമ്പോൾ അതിന്റെ ഒരു മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിലും കാണാം 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളിൽ ഒന്ന് മിസ്വാക്ക് ചെയ്യുന്നതായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാവുന്നതാണ്. അപ്പൊ മിസ്വാക്ക് ചെയ്യൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ പക്ഷെ അത് ഗൗരവത്തോടു കൂടെ എടുക്കാറില്ല. പല സന്ദർഭങ്ങളിലും മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. പല സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളിലും മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടം. എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് തന്നെ അനുഭവമുള്ളൊരു കാര്യം പറയാം. നമ്മൾ ദർസ് പഠിക്കുന്ന ഞങ്ങളൊക്കെ ദർസ് പഠിക്കുന്ന കാലം മുതൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച ആ സമയം മുതൽ 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി വുളു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധം എന്ന രൂപത്തിൽ ഞങ്ങളത് ജീവിതത്തിൽ പകർത്തിയിരുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അങ്ങനെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് കാരണമായിട്ട് എനിക്ക് പേഴ്സണലി ലഭിച്ച അനുഭവങ്ങൾ എന്താന്ന് വെച്ചാൽ നല്ല ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ഫുടമായിട്ട് മധുരമായിട്ട് ശുദ്ധമായിട്ട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതും ആ ഒരു ബ്രഷ് ചെയ്യുക മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ എനിക്ക് പേഴ്സണലി ഉണ്ടായ മാറ്റങ്ങളാണത്. അത് ബുദ്ധിശക്തി കൂടാൻ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് അതൊക്കെ ശീലിപ്പിക്കുക. 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി വുളു എടുക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്ന ശീലം ഇത് കേൾക്കുന്ന ഉമ്മമാർ ഉപ്പമാർ എല്ലാവരിലും ഉണ്ടായിരിക്കാം. നമ്മുടെ ദർസിലേക്ക് കടന്നു വരുന്ന പുതിയ മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ നിങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണമെന്നോ കിടന്നുറങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണമെന്നോ എല്ലാ സന്ദർഭങ്ങളിൽ മിസ്വാക്ക് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അവരത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കാറും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുമുണ്ട്. അപ്പൊ മിസ്വാക്ക് ചെയ്യല് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. തൊബ്രാനി അബൂദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബുഖാരി അവിടുത്തെ താരിഖിലൊക്കെ എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. ഞാനൊരു നിവേദക സംഘത്തോടൊപ്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ടായപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് അറാക്ക് തന്നുകൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ ദന്തശുദ്ധീകരണം നടത്തുവിൻ, മിസ്വാക്ക് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ മിസ്വാക്ക് ചെയ്യലൊരു പ്രത്യേക കൽപ്പനയായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലും കൽപ്പിക്കാറുണ്ടായിരുന്നു. അറാക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശമുണ്ടോ? ഉള്ളവരത് അറിയിക്കുക. എന്റെ കൈവശം ആ ഒരു അറാക്ക് പ്രത്യേകം സുന്നത്തുള്ളതാണല്ലോ, നമ്മുടെ കൈവശമുണ്ട്. പലർക്കും അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയൂല, അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ അത് എടുത്തു വെച്ച ഒരുപാട് ആളുകളുണ്ടാവും. അറാക്ക് പ്രത്യേകം അത് ഉപയോഗിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതൊക്കെ അമ്പിയ ഒക്കെ ഉപയോഗിച്ചതായതുകൊണ്ട് അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന തൊബ്രാനിയുടെ റിപ്പോർട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഒലീവ് മരത്തിൽ നിന്നുള്ള മിസ്വാക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. ആ അനുഗ്രഹീത വൃക്ഷം വായയെ ശുദ്ധീകരിക്കും, വായനാറ്റം അകറ്റും. അത് എന്റെയും എന്റെ മുൻഗാമികളായ നബിമാരുടെയും മിസ്വാക്കാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തൊബ്രാനിയിൽ കാണാവുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്ന് നിസ്കരിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുവിൻ. നിങ്ങൾ ഉണർന്നു നിസ്കരിക്കുമ്പോൾ ഒരു മലക്ക് വന്ന് നിങ്ങളുടെ വായ സ്മെൽ ചെയ്തു നോക്കും, അതിൽ നിന്നുള്ള മണമേതും മലക്കിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ മിസ്വാക്ക് ചെയ്യും. നിങ്ങൾ നോക്കൂ, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണത്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മിസ്വാക്ക് ചെയ്ത ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഒരു മലക്ക് വന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ മലക്ക് വന്നിട്ട് നമ്മുടെ വായ സ്മെല്ല് ചെയ്യുന്ന അത്രമേൽ വളരെ മനോഹരമായ ഗന്ധമാണ് നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരു മലക്കിന്റെ സാമീപ്യം നമുക്ക് കിട്ടാൻ കാരണമാകുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് മിസ്വാക്ക് ചെയ്യൽ എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രമേൽ അത്ഭുതകരമാണ്. അതുകൊണ്ട് മിസ്വാക്ക് ചെയ്യൽ എല്ലാവരും വളരെ കൃത്യമായി ജീവിതത്തിൽ പാലിക്കണം. മിസ്വാക്ക് ചെയ്യൽ വുളൂഇന്റെ ഷർത്താണ്. നിസ്കരിക്കാനോ വുളൂ ചെയ്യാനോ ഖുർആൻ ഓതാനോ തീരുമാനിക്കുമ്പോൾ തുനിയുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ പ്രസക്തി വളരെയധികം പ്രാധാന്യത്തോടുകൂടെ കിതാബുകളിലൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് മിസ്വാക്ക് വളരെയധികം ശ്രദ്ധയോടുകൂടെ നാം ജീവിതത്തിൽ കൊണ്ടു നടക്കണം.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമ്മൾ സാധാരണ പള്ളി ദർസുകളിലും ദഅവ കോളേജുകളിലും ഇസ്ലാമിക കലാലയങ്ങളിലൊക്കെ ഓതുന്ന കിതാബായ ഫത്ഹുൽ മുഈൻ പോലെയുള്ള കിതാബുകളിലൊക്കെ ഒരു ഹദീസ് കാണാം. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാകി ഇൻദ കുല്ലി വുളൂ. എല്ലാ വുളൂഇന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ എൻ്റെ ഉമ്മത്തിന്റെ മേൽ ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, നിർബന്ധമായ കൽപ്പന കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തായ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയത് കൊണ്ടാണ് ഒരു നിർബന്ധ കൽപ്പന അതുമായി ബന്ധപ്പെട്ട് വരാതിരുന്നത്. അപ്പൊ അത്രമേൽ പ്രതിഫലമുള്ളതാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എല്ലാ നിസ്കാരത്തിന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണെന്ന് കൽപ്പിക്കുമായിരുന്നു. ചില അറബികളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അറബികളുടെ പോക്കറ്റിൽ ഒരു അറാക്ക് കാണാം. അവർ മദീന പള്ളിയിലൊക്കെ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഓരോ നിസ്കാരത്തിന് ശേഷം പ്രത്യേക മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട് എന്ന ഹദീസ് വെച്ചിട്ട് അവര് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവര് ജസ്റ്റ് അവരുടെ പോക്കറ്റിൽ നിന്നും അറാക്ക് എടുത്ത് അവർ ജസ്റ്റ് ഒന്ന് വായിൽ ബ്രഷ് ചെയ്ത് ആ അറാക്ക് നേരെ തന്നെ പോക്കറ്റിൽ വെച്ച് ഓരോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മിസ്വാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാനിത് ഇത്രയും മിസ്വാക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ ശിഫയാകാൻ അത് കാരണമാണ്. മിസ്വാക്ക് ചെയ്യുന്നത് കാരണമായിട്ട് വലിയ പുണ്യം നമുക്ക് ലഭിക്കാനും കാരണമാകും. നമുക്ക് സ്ഫുടമായി സംസാരിക്കാനും നല്ല പല്ലിന്റെ ആരോഗ്യത്തിനും കൂടെ അത് കാരണമാകും എന്നുള്ളതാണ്. പല്ലിന്റെ ഇടയ്ക്കുള്ള എല്ലാ അവശിഷ്ടങ്ങളും അത് പോയിട്ട് നല്ല ആരോഗ്യമുള്ള പല്ലുകളാകാനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ, നിങ്ങളിത് തീരുമാനിച്ചവരൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി മിസ്വാക്ക് എൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് പ്രത്യേകം നിയ്യത്താക്കി എടുക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, രാത്രി ഉണർന്നെഴുന്നേറ്റാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ മിസ്വാക്ക് ചെയ്യുവിൻ, അതിൽ 24 പുണ്യങ്ങളുണ്ട്, അവയിൽ ഏറ്റവും വലുത് റബ്ബിന്റെ പൊരുത്തമാണ്, അനന്തരമുള്ളത് നിസ്കാരത്തിന്റെ കൂലി 77 ഇരട്ടിയായി ഉയരുകയും ചെയ്യും. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരത്തിന് അങ്ങനെയല്ലാത്ത നിസ്കാരത്തിനേക്കാൾ 70 ഇരട്ടി പുണ്യമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ നോക്കൂ, സുലൈമാനും റഊഫും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ സ്വാലിഹും തൗഫീഖും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സ്വാലിഹ് ബ്രഷ് ചെയ്തിട്ടാണ് നിസ്കരിക്കുന്നത്, തൗഫീഖ് ബ്രഷ് ചെയ്യാതെയാണ് നിസ്കരിക്കുന്നത്. മനസ്സിലായോ? രണ്ടാളും വുളു എടുത്തിട്ടുണ്ട്. ഒരാൾ വുളു എടുക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ടാണ് സ്വാലിഹ് നിസ്കരിക്കാൻ നിൽക്കുന്നത്, തൗഫീഖ് ആണെങ്കിലോ ബ്രഷ് ചെയ്യാതെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. ഈ രണ്ട് പേരുകളും ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാട്ടാ, ജസ്റ്റ് ഒരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഈ സ്വാലിഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, സ്വാലിഹ് ബ്രഷ് ചെയ്ത് നിസ്കരിക്കാൻ നിന്നതുകൊണ്ട് അവന്റെ ളുഹർ നിസ്കാരത്തിനോ അസ്ർ നിസ്കാരത്തിനോ തൗഫീഖ് നിസ്കരിച്ച നിസ്കാരത്തിനേക്കാളും 77 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതാണ് അതിന്റെ ആശയം. കണ്ടില്ലേ, ഒരാൾ വുളു എടുത്ത് നിസ്കരിക്കുന്നു, രണ്ടാളും വുളു എടുത്തിട്ടാണ് നിസ്കരിക്കുന്നത്. പക്ഷെ ഒരാൾ വുളു എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് മിസ്വാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റൊരാൾ മിസ്വാക്ക് ചെയ്തിട്ടില്ല. എന്നാൽ ആ മിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ച ആൾക്ക് മറ്റേ ആളെക്കാളും 77 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. നമുക്ക് ഇനിയെങ്കിലും നിസ്കാരത്തിന്റെ സമയത്ത്, വുളുവിന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നത് നമുക്കൊരു പതിവാക്കി കൊണ്ട് നടന്നൂടെ? മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരത്തിന് അല്ലാത്ത നിസ്കാരത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായി പകർത്താം. അല്ലെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മതി, എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോടുള്ള അമർത്തുഹും ബിസിവാകി ഇൻദ കുല്ലി വുളൂ, എല്ലാ വുളൂഇന്റെ സമയത്തും ഇൻദ കുല്ലി സ്വലാ, എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും മിസ്വാക്ക് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു എന്ന്. ഇനി വുളൂ എടുക്കുന്ന സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യുന്ന ഉമ്മമാരും ഉപ്പമാരും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകർത്താൻ പറ്റുന്ന മറ്റൊരു അറിവും കൂടെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അറാക്ക് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക, അതാവുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല. ആ അറാക്ക് നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വെക്കുക. എന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഓരോ നിസ്കാരത്തിനും അവള് ഫർള് നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നു. അപ്പൊ ഫർള് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒന്ന് വായിൽ വെറുതെ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും മിസ്വാക്ക് ചെയ്യുന്ന രൂപത്തിൽ മിസ്വാക്ക് ചെയ്യുക. അതിന് വലിയ പ്രത്യേകമായിട്ട് അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ജീവിതത്തിലേക്ക് പകർത്തി ധാരാളം പ്രതിഫലം റബ്ബിൽ നിന്ന് നേടിയെടുക്കാനും അമ്പിയാക്കളും മൗലിയാക്കളും
ഔലിയാക്കളൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മിസ്വാക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പതിവ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷെ നോമ്പ് കാലത്ത് ഉച്ചയ്ക്ക് ശേഷം നോമ്പുകാർ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. അപ്പോ ആ നോമ്പ് കാലത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള മിസ്വാക്ക് നമ്മൾ ഒഴിവാക്കുക. എന്നാൽ അത് വായ മ്ലേച്ഛമായ രൂപത്തിലോ വല്ല സ്മെല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കത് ചെയ്യാവുന്നതുമാണ്. അപ്പോ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിത്ർ നിസ്കാരം, അതേപോലെ സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ളുഹ 2 റക്അത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം നിർബന്ധമുള്ളതാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ മേലിലെ മറ്റുള്ളവർക്ക് സുന്നത്തായ ചില കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിർബന്ധമായും ചെയ്യേണ്ട രൂപത്തിൽ. ആ രൂപത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് മിസ്വാക്ക് ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായിട്ട് മിസ്വാക്ക് ചെയ്ത് നാം വുളൂ എടുത്ത് വളരെ ആത്മാർത്ഥമായിട്ട് വുളൂവിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. ആ ദുആയൊക്കെ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊരു സൂറത്തും കൂടെ പാരായണം ചെയ്താൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത്, മിസ്വാക്ക് ചെയ്യലൊരു സുന്നത്താണ്, ആ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട 21 സുന്നത്തുകൾ വേറെയുണ്ട്. വുളൂ എടുക്കുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു സുന്നത്തായ കർമ്മമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത്. ആ മിസ്വാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ പ്രവൃത്തിയിൽ മാത്രം പാലിക്കേണ്ട 21 സുന്നത്തുകൾ നമുക്ക് കിതാബിൽ നിന്ന് വായിക്കാൻ പറ്റും. നിഷാദ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുണ്ട്, മുമ്പ് ഞാൻ അത് വിശദീകരിച്ച് തന്നതുമാണ്. അപ്പോ ഒരാൾ വുളൂ ചെയ്താൽ അയാളുടെ പാപങ്ങള് തന്റെ കാത്, കണ്ണ്, കൈകള്, കാലുകള് എന്നീ അവയവങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു. വുളൂ കഴിഞ്ഞ് അയാൾ ഇരിക്കുമ്പോൾ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി മാറുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ ദോഷങ്ങൾ, ഇത് മഗ്ഫിറത്തിന്റെ 10 അല്ലേ? നമ്മുടെ ദോഷങ്ങൾ ഇത്ഖിന്റെ 10 വരാനിരിക്കുന്നല്ലേ? നമ്മുടെ ദോഷങ്ങൾ റമദാനാണ്. നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് വുളൂ എടുക്കുക എന്നുള്ളത്. ഒരു മുസ്ലിം വുളൂ എടുത്താൽ അവന്റെ പാപങ്ങള് തന്റെ കാത്, കണ്ണ്, കൈകള്, കൈകാലുകൾ എന്നിവയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകുമെന്നുള്ളതാണ്. അതങ്ങനെ കഴിഞ്ഞ അയാൾ ഇരിക്കലോടുകൂടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനരായ അനസ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്, നിനക്ക് വുളൂ ഉള്ളപ്പോൾ നിന്റെ റൂഹിനെ പിടിക്കാൻ മലക്ക് വന്നാൽ നീ ഷഹീദായി മരിക്കും. ഈമാനിന്റെ പകുതി ഭാഗം നിസ്കാരത്തിന്റെ താക്കോലും പാപത്തിൽ നിന്ന് ദേഹത്തെ ശുദ്ധീകരിക്കുന്നതുമാണ് എന്ന്. അപ്പൊ നോക്കൂ, വുളൂവോടുകൂടെ മരിക്കാനാണ് പലപ്പോഴും നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയൂ. പരിശുദ്ധമായ റമളാൻ മാസമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വുളൂവോടുകൂടെ കലിമത്തു തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഹബീബായ തങ്ങളുടെ പൂമുഖം ദർശിച്ച് തബസ്സുമിലായി പുഞ്ചിരിച്ച് ഈമാനോടെ സുജൂദിലായി കിടക്കുന്ന സമയത്ത് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഈ ലോകത്തോട് വിട പറയുന്ന ഉറപ്പല്ലേ? നല്ലൊരു സമയത്താവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ വുളൂവോടുകൂടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം പോലും ലഭിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും സമ്പൂർണമായ വുളൂ ചെയ്തതിന്റെ ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ചൊല്ലിയാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അയാൾക്ക് തുറക്കപ്പെടുകയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവനുള്ള അനുവാദം ഉണ്ടാകുകയും ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വുളൂ ചെയ്ത ശേഷം ഒരാൾ ഇന്നാ അൻസൽനാഹു എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ അയാൾക്ക് അല്ലാഹു 50 വർഷം രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലവും അക്കാലത്ത് പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ച പ്രതിഫലവും ലഭിക്കുന്നുള്ളതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ഒഴിവാക്കരുത്. ഒരൊറ്റ തവണ ഇന്നാൻസെല്ലാം ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫല, 2 പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കൊടുത്ത പുണ്യം കൊടുക്കും. 3 തവണ ഓതിയാൽ അല്ലാഹു അയാൾക്ക് സ്വർഗത്തിൽ 8 വാതിലുകൾ മലർക്ക് തുറന്നിട്ട് കൊടുക്കും. യാതൊരു ശിക്ഷയോ വിചാരണയോ കൂടാതെ ഇഷ്ടമുള്ള കവാട
കവാടത്തിലൂടെ കടന്നു ചെല്ലാനുള്ള അധികാരവും ഉണ്ടാകും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇങ്ങനെ പ്രസ്തുത സൂറത്ത് ഒരു വട്ടം ഓതിയാൽ അയാളെ സിദ്ദീഖീങ്ങളുടെ പട്ടികയിൽ ചേർക്കും, 2 വട്ടം ഓതിയാൽ ശുഹദാക്കളുടെ പട്ടികയിൽ ചേർക്കും, 3 പ്രാവശ്യം ഓതിയാൽ നബിമാരോടൊപ്പം അയാളെ മഹ്ശറിൽ സംഗമിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, നമുക്കിത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തീരുമാനിച്ചവരൊക്കെ പറയൂ. ഇത് പതിവാക്കുന്നവരുണ്ടാവും, ഇതിൽ ചിലത് ചെയ്യുന്നവരുണ്ടാവും, പൂർണ്ണമായി ചെയ്യുന്നവരുണ്ടാവും, ഇനി ചെയ്യാമെന്ന് തീരുമാനിച്ചവരുണ്ടാവും. എല്ലാവരും എഴുതി അറിയിക്കാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പൂർണ്ണമായി വുളൂ ചെയ്തതിനു ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഫ്ഫിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് പറയുന്ന നമ്മൾ സാധാരണ ദുആ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും, ഇഷ്ടമുള്ളതിലൂടെ കടന്നു ചെല്ലാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ വുളൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ വുളൂ വളരെ ആത്മാർത്ഥമായി നമ്മൾ എടുക്കുക. അതോടൊപ്പം തന്നെ വുളു എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, മിസ്വാക്കിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു. ആ മിസ്വാക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട 21 സുന്നത്തുകളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 21 സുന്നത്തുകൾ. മിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട 21 സുന്നത്തുകൾ. മിസ്വാക്ക് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട 21 സുന്നത്തുകളുണ്ട്. മിസ്വാക്ക് ചെയ്യുമ്പോൾ മാത്രം പാലിക്കേണ്ട അതിലൊന്നാമത്താണ് സുന്നത്തായ മിസ്വാക്ക് കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെക്കുക എന്നുള്ളത്. 2 നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുക. അപ്പൊ 2 സുന്നത്തായില്ലേ. ബ്രഷ് ചെയ്യുമ്പോഴുള്ള സുന്നത്ത് മാത്രമാണിത്. 3 ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് പല്ലിയുടെ കുത്തുക എന്നുള്ളത്, അത് പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ പല്ലിയുടെ കുത്തല്, ബ്രഷ് ചെയ്യുന്ന സമയത്ത് പല്ലിയുടെ കുത്തല്, അത് വലത് കൈ കൊണ്ടാവലും. പല്ലിയുടെ കുത്തല് വലത് കൈകൊണ്ടാവല് മറ്റൊരു സുന്നത്താണ്. അപ്പൊ പല്ല് കുത്തല് സുന്നത്താണ്. അതോടൊപ്പം തന്നെ പല്ല് കുത്തുന്നത് ഒരു സെപ്പറേറ്റ് സുന്നത്തായതുപോലെ അത് വലത് കൈകൊണ്ടാവല് പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു കൊണ്ട് തന്നെ പല്ലിൽ കുത്തുക എന്നുള്ളത് അത് പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ്. ചില ബ്രഷുകളിലൊക്കെ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ബ്രഷ് ചെയ്യുന്നത് വലത് കൈ കൊണ്ടാവുക, അത് 6ാമത്തെ സുന്നത്ത്. 7 ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ താഴ്ഭാഗത്ത് ആക്കിയിട്ട് ബാക്കിയുള്ള വിരലുകള് മുകൾ ഭാഗത്ത് വരുന്ന രൂപത്തിൽ ബ്രഷ് പിടിക്കുക എന്നുള്ളത് നമ്മളൊക്കെ നമ്മൾ പഠിച്ച അന്ന് മുതൽ ശീലിച്ചു വരുന്നതാണ്. ദർസിൽ നിന്നൊക്കെ നമ്മൾ ഓതി പിടിക്കുന്ന സമയത്ത്. ഇപ്പൊ ബ്രഷ് നമ്മൾ വെക്കുമ്പോൾ ബ്രഷിന്റെ ഈ രൂപത്തിൽ വെക്കുക എന്നുള്ളത്, നമ്മുടെ 3 വിരലുകള് ബ്രഷിന്റെ മുകൾ ഭാഗത്ത് വരുന്ന രൂപം, 3 വിരലുകള് ബ്രഷിന്റെ മുകൾ ഭാഗത്തും ബാക്കിയുള്ളത് ഭാഗത്തും വരുന്ന രൂപത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ശീലിച്ചാൽ കറക്റ്റ് ആയി കിട്ടും. അത് ഞാനിവിടെ ഒന്നും പിടിച്ച് കാണിച്ചു തരാനൊന്നുമില്ല, അതുകൊണ്ടാണ്. ശരിക്ക് നമ്മളൊക്കെ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ അറിയാതെ ഈ ഒരു പിടുത്തത്തിലാണ് വരിക. അത് ചെറുവിരലും ഈ രൂപത്തില് ബ്രഷ് ഇങ്ങനെ വെക്കുക എന്നുള്ളത്, ഇങ്ങനെ വെച്ചിട്ട് ബ്രഷ് ചെയ്യുക, അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. തള്ളവിരലും ചെറുവിരലും അത് ബ്രഷിന്റെ താഴ്ഭാഗത്താക്കിയിട്ട് പിടിക്കുക, ബാക്കി 3 വിരലുകളും മുകൾ ഭാഗത്താക്കി പിടിക്കുക. പിന്നെ പല്ല് വീതിയിൽ തേക്കുക, 8ാമത്തെ സുന്നത്ത്. 9ാമത്തെ എല്ലാ ഭാഗങ്ങളിലും തേക്കുക. 10 നാവ് തുടയ്ക്കുക എന്നുള്ളത്. 11 നാവ് തുടക്കുന്നത് നീളത്തിലാവുക. തുടക്കുക എന്ന് പറഞ്ഞാൽ വടിക്കുന്ന കുറിച്ച്. മിസ്വാക്ക് കൊണ്ട് അണ്ണാക്കിൽ മൃദുലമായിട്ട് ഉരയ്ക്കുക, അത് വളരെ ലോലമായിട്ട്. അറാക്ക്, സുഗന്ധമുള്ള മരക്കമ്പ്, മറ്റു മരക്കമ്പ്, ഇങ്ങനെ ഓരോ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് പ്രത്യേകമായിട്ട് പരിഗണിക്കുക. അറാക്ക്, സുഗന്ധമുള്ള മരക്കമ്പ്, മറ്റു മരക്കമ്പ് എന്നീ മുൻഗണനാക്രമം പാലിച്ചു കൊണ്ടെടുക്കുക, ഒന്നില്ലെങ്കിൽ ഒന്ന് എന്നുള്ള രൂപത്തില്. ബ്രഷ് ഒരു ചാണിനേക്കാൾ വലിപ്പമേറാതിരിക്കുക, വലിയ ബ്രഷ് ആകാൻ പാടില്ല, അത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. തേക്കുന്നതിന് മുമ്പ് ബ്രഷ് നനയ്ക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് സുന്നത്താണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കുമല്ലോ. ബ്രഷ് വായിൽ വെച്ച ശേഷം ഉരക്കുന്നതിന് മുമ്പ് ഉമിനീര് അല്പം ഒന്ന് ഇറക്കുക എന്നുള്ളത് ഒരു പ്രത്യേകം സുന്നത്തുള്ളതാണ്. ബ്രഷ് അതിങ്ങനെ ഈമ്പാതിരിക്കുക എന്നുള്ള പ്രത്യേകം സുന്നത്താണ്. പല്ലിന്റെ വലതുഭാഗം കൊണ്ട് ആരംഭിക്കുക, തുടങ്ങുന്നത് വലതുഭാഗം കൊണ്ടായിരിക്കുക. സുന്നത്തായ രീതി സ്വീകരിക്കുക. അത് സുന്നത്തായ രീതി ഏതാ നോക്കൂ, വലതുഭാഗത്തുള്ള പല്ലിന്റെ മുകളിലത്തെ നിരയുടെ പുറവും ഉള്ളും മധ്യഭാഗവും ആദ്യം കഴുകുക. അപ്പൊ നോക്കൂ, വലതുഭാഗത്തിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള പല്ലിന്റെ പുറംഭാഗം ആദ്യം ഒരുക്കുക, പിന്നെ ഉള്ളൊരുക്കുക, പിന്നെ മധ്യഭാഗം ഒരുക്കുക. അപ്പൊ ഒരു ഓർഡർ ഉണ്ട്.
പല്ലിന് വലതുഭാഗമാണ് ആദ്യം തുടങ്ങേണ്ടത്. വലതുഭാഗത്തിന്റെ താഴ്ഭാഗമല്ല ആദ്യം തുടങ്ങേണ്ടത്, മുകൾ ഭാഗമാണ്. മുകൾ ഭാഗത്തിലെ തന്നെ ആദ്യം തുടങ്ങേണ്ടത് ഉൾഭാഗമല്ല, പുറം ഭാഗം തുടങ്ങേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഉൾഭാഗം, പിന്നെ സെന്റർ, താഴ്ഭാഗം, മധ്യഭാഗം. ഇങ്ങനെ ഇതേപോലെ താഴ്ഭാഗവും ഇപ്പൊ നമ്മൾ മുകൾ ഭാഗത്ത് ചെയ്ത് ഇനി താഴെ ഭാഗത്തും ആദ്യം വലതുഭാഗത്തെ പുറം ഭാഗം കഴുകുക, പിന്നെ വലതുഭാഗത്തെ താഴ്ഭാഗത്തിന്റെ ഉൾഭാഗം കഴുകുക, പിന്നെ അതിന്റെ മധ്യഭാഗം കഴുകുക. ഇങ്ങനെ ഇടതുഭാഗവും ഇതേപോലെ കഴുകുക. അതിനുശേഷം നാവ്, അതിനുശേഷം അണ്ണാക്ക്. ഇങ്ങനെയാണ് സുന്നത്തായ രീതി. ഈ സുന്നത്തായ രീതിയിൽ തന്നെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്രഷ് ചെയ്ത ശേഷം അത് ഇടത് ചെവിയുടെ പിറകിൽ വെക്കുക എന്നുള്ളതൊരു സുന്നത്തായിട്ട് പറയുന്നുണ്ട്. അത് എടുത്തുകൊണ്ടുപോയി വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വെക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ആവശ്യം കഴിഞ്ഞ് നമ്മൾ ബ്രഷ് തിരിച്ചു വെക്കുമ്പോൾ ആ ബ്രഷ് കിടത്തി വെക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേക സുന്നത്തുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു ബ്രഷ് ചെയ്യുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അതാണല്ലോ സുന്നത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയ 21ഓളം സുന്നത്തുകളെ ഇത്രമേൽ ഗൗരവത്തോടുകൂടെ സ്വഹാബാക്കൾ രേഖപ്പെടുത്തി അതവിടുത്തെ താബിഉകൾക്ക്, തബഉ താബിഉകൾക്ക്, വലിയ വലിയ മദ്ഹബിന്റെ ഇമാമുകളായ പണ്ഡിതന്മാരിലൂടെ, ആലിമീങ്ങളിലൂടെ, ഷെയ്ഖുമാരിലൂടെ, സൂഫിവര്യന്മാരിലൂടെ 2025 ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മിലേക്ക് ഒരു ഇതുപോലും നഷ്ടപ്പെടാതെ നമുക്ക് ലഭിച്ചത് എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ പകർത്താൻ വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇത്രയും സുന്നത്തുകളൊക്കെ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ റമളാന് നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല, റമളാൻ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട ആളുകൾ വളരെ നേരത്തെ തന്നെ അറിയിക്കുക. നമ്മൾ കുറച്ച് ആളുകൾ എടുത്തിട്ടുണ്ട്, ഇനി വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് അവസരം ഉണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവരും പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയുമ്പോൾ ദുആ ചെയ്യണം. പലരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവിടെ എഴുതി അറിയിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ച പല വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സലാമത്തും റാഹത്തും ഇസ്സത്തും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. ഒരുപാട് റമളാനുകളെ ഇനിയും സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിത്തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.